മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ 4 വ്യക്തികൾ ഒരു പക്ഷവാത രോഗിയെടുത്ത് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. കാരണം യേശു ഒരു വീട്ടിലിരിക്കുക. അപ്പോൾ അവിടെ ഒരു പറ്റം രോഗികളെ കൊണ്ടുവന്ന് അവരെല്ലാം ക്യൂ നിൽക്കുക. വളരെ ദൂരമായി ക്യൂ. എന്തിനാണ്? ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ക്യൂ നിൽക്കുക. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു ദൈവങ്ങളും ചെയ്യാത്ത ഒരു അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. യേശു ഭൂമി വന്നിരിക്കുന്നത് ആമയെ ഒരു കഥാപുസ്തകത്തിൻ്റെ അകത്തോ അതേ ഒരു പേപ്പറിൻ്റെ അകത്തോ ഒതുങ്ങുന്നതല്ല സംഭവം. ഈ ലോകത്ത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നെന്ന് എവിഡൻസ് ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമി വന്ന് ആമേൻ 33.5 വർഷം ജീവിച്ചു. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ യോർദാനിലേക്ക് ഇറങ്ങുമ്പോൾ ആമേൻ സ്വർഗം തുറന്നു എന്നാണ് പറയുന്നത്. അത് ഒരാളല്ല, ഒത്തിരി പേര് കണ്ടതാണ്. അപ്പോൾ സ്വർഗം തുറന്നൊരു ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയാത്തുന്നത്. എവിടെ നിന്നാണ്? ഭൂമി എന്നല്ല, ആകാശത്തു നിന്നാണ് ശബ്ദമുണ്ടായത്. ഒരു പ്രാവെന്ന രൂപത്തിൽ യേശുവിൻ്റെ മേലെ വരുന്നതും കാണുവാനുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങുവാനുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, യേശുക്രിസ്തു നാച്ചുറലായി ഈ ലോകത്ത് ജീവിച്ച വ്യക്തിയാണ്. അല്ലാതെ ആരെങ്കിലും ഒരു കെട്ടുകഥ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ല. യേശുക്രിസ്തു പാപികളുടെ പാപങ്ങളുടെ ശിക്ഷകൾ ഏറ്റെടുത്ത് യേശുക്രിസ്തു പാപികൾ രക്ഷിപ്പാനായി ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് പാപികളുടെ സകല ശിക്ഷകൾ യേശു ഏറ്റെടുത്ത് പച്ചമര ക്രൂശിൽ തൻ്റെ കൈകാൽ വിരിച്ചു താൻ ക്രൂശിക്കപ്പെടുകയും താൻ പാപികൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു. 3-ാമത്തെ ദിവസം റോമ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാരും കല്ലറക്കലകത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ചിരിക്കുന്ന അതേ കല്ലറകൾ 3-ാമത്തെ ദിവസം യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിന് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. അപ്പം 3-ാമത്തെ ദിവസം യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ കല്ലറകളെ തുറന്നു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയെ തുറന്നു. ഈ കല്ലറ എന്ത് ചെയ്തു? തുറന്നു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയെ തുറന്നു. അതെല്ലാവരും കാണാൻ സാക്ഷിയാണ് അപ്പം യേശുക്രിസ്തു ചെയ്തത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മനസ്സിലാവുന്നുള്ളൂ. അപ്പം യേശുക്രിസ്തു ഒരു കഥാപുസ്തകത്തിലെയോ ആരെങ്കിലും പറഞ്ഞ് കൊടുത്തൊരു പുസ്തകത്തിൽ എഴുതപ്പെട്ടതല്ല. യേശുക്രിസ്തു ഭൂമി വന്ന് തെളിയിച്ച് കാണിച്ചതാണ്. ഞാനിതിൻ്റെ പുറകിലുള്ള ഇനിയുള്ള സമയത്ത് വേറെ തെളിവുകൾ ഞാനിടാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ധനവാൻ വന്നു, അത് ശക്തരായിരിക്കുന്ന അത് കാശുള്ള വ്യക്തികളൊക്കെ കടന്നു വന്നു എന്നല്ല പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നത് രോഗികളാണ് വന്നിരിക്കുന്നത്. കാരണം ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്തത്, ഒരു വൈദ്യനും പോലും വിടുവിക്കാൻ കഴിയാത്ത രോഗികളാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. അങ്ങനെ ഒരു പക്ഷവാത രോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാതിൽ വഴിയെ കൊണ്ടുവരാൻ പറ്റില്ല. അത്രയും ജനം തിങ്ങിത്തിരക്കിൻ്റെ നടുവിൽ ക്യൂ നിൽക്കുക. അപ്പോൾ അവിടെ സംഭവിച്ചത് വെച്ചാൽ ഈ 4 പേർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഈ തിരക്കുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ നടക്കത്തില്ല, എന്നാൽ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരികയില്ല. യേശുക്രിസ്തു ഈ വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുമെന്ന് ആ മനുഷ്യൻ 4 വ്യക്തികൾക്കും വിശ്വാസമുണ്ടായി. അവരെന്ത് ചെയ്തു? വീട്ടിൻ്റെ മേൽക്കുര പൊളിച്ചു. കാരണം നമുക്കതിയാ ഈ മേൽക്കുര പിന്നീട് പണിത് കൊടുക്കുക. കാരണം മേൽക്കുര പൊളിച്ച് ഇറക്കി വെച്ചാൽ അത് നഷ്ടമാകത്തില്ല. കാരണം ഈ യേശുക്രിസ്തു ഇത് സർവശക്തിയുള്ള ദൈവമാണ്, ഇവനത് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഈ 4 പേർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന വിഷയം, വാതിലൂടെ കൊണ്ടുവരാൻ കഴിയാതെ അത്രയും ജനം നിൽക്കുന്നതുകൊണ്ട് അത് എന്ത് ചെയ്തു? മേൽക്കൂര പൊളിച്ച് അതിലൂടെ അങ്ങ് ഇറക്കി വെച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇന്ന് വരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. മേൽക്കൂര പൊളിച്ച് ഈ പക്ഷവാത രോഗി കിടക്കയോടുകൂടി എടുത്തു വെച്ചു. കിടക്കയോടുകൂടി എടുത്തു വെച്ചപ്പോൾ യേശുക്രിസ്തു അവൻ്റെ കൈ വെച്ച് അവനെ പ്രാർത്ഥിക്കുകയോ അവൻ്റെ രോഗമുള്ള ഭാഗത്ത് വെച്ച് എണ്ണയിട്ട് ഒഴിയുകയോ ഒന്നും ചെയ്തില്ല. യേശു ഒറ്റ വാക്കാണ് പറഞ്ഞത്,
ആമേൻ, നിന്റെ പാപങ്ങളെ ഞാൻ മോചിച്ചിരിക്കുന്നു, കിടക്കെടുത്ത് പോകാം എന്ന് പറഞ്ഞു. കാരണം യേശു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. പാപങ്ങളെ മോചിപ്പാൻ അവന് അധികാരം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ആരാണ്? ദൈവമാണ്. ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ഇതിന് രോഗശക്തിയാണ് ഇതിന് കിടക്കുക. അപ്പോൾ ഇവനെ രോഗിയാക്കിയത് എന്താണ്? അവൻ്റെ പാപമാണ്. എന്നാൽ ആ പാപത്തിന് പരിഹാരം വരാതെ രോഗസൗഖ്യം വരികയില്ല. അതുകൊണ്ട് യേശു പറയണം, അവനോട് പറയാ, അവൻ്റെ പാപത്തിൻ്റെ മേൽ ആ മുഖാന്തരം അവനെ കീഴടക്കിയിരിക്കുന്ന പാപത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തിയാകുന്ന പിശാച് അവനെ കീഴടക്കി വെച്ചിരിക്കുമ്പോൾ യേശു പറയണം, നിൻ്റെ കിടക്കിയെടുത്ത് പോക എന്ന് പറഞ്ഞതും ആ നിമിഷം അവൻ്റെ രോഗം സൗഖ്യമാകാൻ ഇടയെത്തുന്നു. കാരണം അവനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന് പിന്നെ അവൻ്റെ മേൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശു പാപങ്ങളെ മോചിച്ചപ്പോൾ പിശാചിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അവൻ്റെ നിൽക്കുന്ന ഒരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പിൻ്റെ അവൻ്റെ പിടിവള്ളിയാണ് പാപം. എന്നാൽ അതിന് യേശു ഇല്ലായ്മ ചെയ്തപ്പോൾ, യേശു അത് ക്ഷമിച്ചപ്പോൾ ആമേൻ, പിശാചിന് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ താഴെ വീഴാനിടയെ തുറന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നീ രോഗിയാണോ? യേശുവെ, എൻ്റെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ, എൻ്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ പാപങ്ങളെ മോചിപ്പാൻ, നിൻ്റെ പാപങ്ങൾ ക്ഷമിപ്പാൻ, അതോടുകൂടി നിൻ്റെ ജീവിതത്തിൽ വലിയ രോഗസൗഖ്യങ്ങൾ, നിൻ്റെ വഴി തടസ്സങ്ങൾ മാറും, നിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ മാറും. ഇന്ന് പകലിൽ അത് ഞാൻ പറയട്ടെ, രക്ഷിപ്പാൻ കഴിയും. അവൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയും, അവൻ്റെ ചെവി മന്ദാരമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാപങ്ങളാണ് ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കാൻ കഴിയുള്ളൂ. അവൻ പാപികളെ രക്ഷിപ്പാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് പാപക്ഷമ യേശുവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. യേശുവെ എന്ന് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപം മോചിക്കപ്പെടും. അതോടുകൂടി നിനക്ക് സകൽ ലഭിക്കുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ.